സഭാതലം കുലുക്കുമെന്നാണ് ചോദ്യം. ശ്രീ ആന്റോ, വി.ഡി. സതീശൻ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നുണ്ട്. കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇപ്പോൾ 250ഉം 300ഉം ഒക്കെ ആണല്ലോ ഇപ്പൊ നികുതി. അത് 100ൽ താഴെ നികുതിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് നടത്തി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത് വേണ്ട എന്ന് ആദ്യമേ പ്രാഥമികമായി പറയുകയാണ്. ഞങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ട്. ഇതിന് മറുപടി ഒരു മിനിറ്റ്, ഇതിന് മറുപടി ഉണ്ടല്ലോ, ഇതിന് മറുപടി വി.ഡി. സതീശൻ ഒന്ന് പറഞ്ഞാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. എത്രയോ ആയിക്കോട്ടെ എന്ന്, അഴിമതി ഇല്ല എന്ന് പറയുന്നത് ഏത് ഇപ്പൊ 250 300ഒക്കെ ആണല്ലോ, അത് കുറച്ചു കൊടുക്കലാണല്ലോ ലക്ഷ്യം, അതിൽ നിന്ന് പണം സ്വരൂപിക്കലാണല്ലോ ലക്ഷ്യം. അപ്പം വി.ഡി. സതീശന് പണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. വി.ഡി. സതീശൻ പറഞ്ഞാൽ വേറെ ആരും പറയണ്ട. കാരണം ഇതിനകത്ത് എക്സൈസ് മന്ത്രിക്ക് റോളില്ല, UDFന് റോളില്ല, ഘടകകക്ഷിക്ക് റോളില്ല, ആർക്കുമില്ല. എല്ലാ റോളും ആർക്കാണ്? വി.ഡി. സതീശൻ തന്നെയാണ്. ഇത് കറക്റ്റ് ക്ലാരിറ്റിയോടുകൂടി വി.ഡി. സതീശന് അറിയുകയും ചെയ്യാം. 2024 ഒരു അപേക്ഷ കൊടുക്കുകയാണ്. ബെക്കാഡി കമ്പനി പിന്നെ എന്താണ് മദ്യത്തിൻ്റെ ടാക്സ് കുറച്ച് തരാൻ അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ബെക്കാഡി കമ്പനി ഇങ്ങനെ ഒരു അപേക്ഷ നൽകുമെന്ന് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് മനസ്സിലായേ? എങ്ങനെ അപേക്ഷ നൽകുന്നതിന് മുൻപ് അപേക്ഷ നൽകിയെന്ന് ചോദ്യം ചോദിക്കുകയാണ്. അവർ ചോദ്യം ചോദിക്കുന്നത് എന്താ? അപ്പോൾ അതിന് മറുപടി ഇല്ല എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ മദ്യപക്ഷ കമ്പനി വേണ്ടിയിട്ടല്ലോ ഉണ്ടെന്നാ പറഞ്ഞത്, ഇല്ല എന്നാണ് പറഞ്ഞത്. ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ടാക്സ് കുറയ്ക്കാനുള്ള അപേക്ഷ അതന്നെ പറഞ്ഞത്. ബെക്കാഡി ഓൾറെഡി ഉണ്ടല്ലോ മാധു, ബെക്കാഡി ഓൾറെഡി ഉണ്ടല്ലോ. പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിലെ ആൽക്കഹോൾ അളവ് എത്രയാണ്? അപേക്ഷ സമർപ്പിച്ചിരുന്നോ? അത് ഓൾറെഡി ഉണ്ടെന്ന്. അതല്ല ടാക്സ് കുറയ്ക്കുന്ന കാര്യം ചോദിക്കുക. അത് രണ്ടാമത്തെ ചോദ്യം. അതന്നെ ഞാൻ പറഞ്ഞുള്ളൂ, അതേ ഞാൻ പറഞ്ഞു. അതിന് നിങ്ങൾ മറ്റേന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം കേരളത്തിൽ അഴിമതി, മദ്യത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൽ ടാക്സ് കുറയ്ക്കുമ്പോൾ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷം, ഇന്നത്തെ പ്രതിപക്ഷമോ അന്നത്തെ ഭരണപക്ഷമോ പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. ഉണ്ടോന്ന് അത് അന്നത്തെ ഭരണപക്ഷമോ ഇന്നത്തെ പ്രതിപക്ഷമോ അന്നത്തെ പിണറായി വിജയനോ അന്നത്തെ പ്രതിപക്ഷത്തിലെ വേറെ ആരുമല്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അഴിമതി ഉണ്ടെന്നും അതിൽ നിന്ന് പണം സ്വരൂപിക്കാൻ പോകുമെന്ന് പറഞ്ഞത് വി.ഡി. സതീശനാണ്. ഇന്ന് അങ്ങനെയാണോ? പണം മേടിച്ചിട്ടാണോ ഇത് കുറച്ചു കൊടുത്തത് പറഞ്ഞാൽ മതി. 100ൽ താഴെ കുറച്ചിട്ടില്ല. 100 താഴെ 120. അപ്പൊ കുറച്ച് മതി. അപ്പൊ കുറച്ച് ശരി വേണ്ട. അപ്പൊ LDFന് അത്രയും കിട്ടാത്തത്രയും പണം കുറച്ചായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അത്രയും സമ്മതിച്ചാൽ മതി. മനസ്സിലായില്ലേ? 150 എന്നുള്ളത് 251 എന്നുള്ളത് 43% ആൽക്കഹോളിലാണ്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറ. അല്ല ഞാൻ പറയുന്നില്ല. 251 എന്നുള്ളത് 120 കുറച്ചു എന്ന് പറയുമ്പോ അയ്യോ 100 താഴെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 251 എന്നുള്ള നികുതി 120 കുറച്ചു എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം 100 കോടി രൂപയാണ് നികുതി കിട്ടുന്നതെങ്കിൽ 50 കോടിയായി കുറഞ്ഞു. 600 കോടി രൂപയുടെ അഴിമതിയാണ് പറയുന്നത്. 600 കോടി രൂപ ടാക്സ് അടയ്ക്കുന്ന ഒരു കമ്പനി അതിന് 50% കുറച്ചു കൊടുക്കുകയാണ്. 50% കുറച്ചു കൊടുക്കുമ്പോൾ എന്തിനാണ്? 300 കോടി ടാക്സ് അടച്ചാൽ മതി. അത് ആർക്ക് ഗുണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? കേരളത്തിലെ ടാക്സ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ? 251% ടാക്സ് ആർക്കാണ്? ഏത് മദ്യത്തിനാണ്? കേരളത്തിൽ ഒറ്റ നികുതി സ്ലാബേ ഉള്ളൂ. എന്താ പറ? ബിയർ മദ്യാണോ? ബിയറും വൈനും മദ്യാണോ? അല്ല, വേറൊരു കാറ്റഗറിയാണ്. മദ്യത്തിലെ വേറെ കാറ്റഗറിയാണ്. നോക്കൂ, 2 കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്തിനാ പിന്നെ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത്? ബിയർ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? വീര്യം കുറഞ്ഞ മദ്യത്തിന് സ്ലാബ് ഉണ്ടാക്കി കൊടുത്തു. അതിന് ടാക്സ് കുറച്ച് തരണമെന്നാണ് കമ്പനിയുടെ ആവശ്യം. മൂന്നാമത്തെ സ്ലാബ് ആണ്. അതെ ശരി, അതിന്റെ ടാക്സ് കുറച്ച് തരണം തന്നെയല്ലേ കമ്പനിയുടെ ആവശ്യം. അത് അംഗീകരിച്ചു. അവിടെ അഴിമതി ഉണ്ടെന്ന് പറയുന്നത്, അഴിമതി ഉണ്ടെന്ന് പറയുന്നത് വേറെ ആരുമില്ല, വി.ഡി. സതീശനാണ്. അത് അഴിമതി ഉണ്ടെന്ന് പറഞ്ഞത് വേറെ ആരുമില്ല, വി.ഡി. സതീശനാണ്. അതല്ലേ ഞാൻ ആദ്യം കേൾപ്പിച്ചത്. 20% വ്യത്യാസമാണ്. 170 വ്യത്യാസമല്ലേ? 120 250 120 ആക്കി അറിയുന്നത്. 251 എത്ര ശതമാനം ആൽക്കഹോളിലെ? 43%. അത് കുറയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അത് LDF സർക്കാർ ചെയ്തു കൊടുക്കും. അത് LDF സർക്കാർ ചെയ്യാൻ പോകുന്നു. ശരി, അത് LDF സർക്കാർ ചെയ്യാൻ പോകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കോടികളുടെ അഴിമതിയാണെന്ന് പറഞ്ഞ ആള് വി.ഡി. സതീശനാണ് അല്ലേ? 100 താഴെ വെറുതെ പറയുന്ന സ്മൃതി മേഡം. ആർക്കാ ഇങ്ങനെ വാദിക്കാൻ പാടുവോ?
20% വേണ്ടി വാദിക്കുകയാണ്. 251 120 ആകുമ്പോൾ 100 താഴെ എന്ന് പറഞ്ഞാൽ 20% വ്യത്യാസമല്ലേ ഉള്ളൂ. അത് ബിയറിന്റെയും വൈൻ്റെയും കൂടെ കണക്ക് കൂട്ടു സാർ. 116 ശരി, ഞാൻ ബാക്കിയെല്ലാം വിടും. ഈ വി ഡി സതീശന്റെ അന്നത്തെ ആരോപണം എന്തായിരുന്നു പറ? അതല്ലേ പറഞ്ഞത്, അങ്ങ് ഞാൻ കേട്ടു. അതിനെ പറയുന്നത് എന്താ അന്നത്തെ ആവശ്യം? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ടാക്സ് കുറച്ച് കൊടുക്കുന്നത് അഴിമതിയാണ് എന്നുള്ളതാണ്. അത് 250 അദ്ദേഹം പറഞ്ഞെന്താണ്? അന്നത്തെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ? 250 300 ആണല്ലോ ടാക്സ്. അപ്പൊ 250 300 ആയിരുന്നോ? അല്ലല്ലോ, 251 മാത്രമല്ലേ ഉള്ളൂ. എന്നെ 300 പറഞ്ഞ എന്തിനാ? ഇത്ര ക്ലാരിറ്റിയോടുകൂടി വെറുതെ പറയുമ്പോഴാണ് പറയുന്നത് 250 300 ആയിരുന്നല്ലോ ടാക്സ്. ഇപ്പം എന്തിനാ 251 മാത്രം പറഞ്ഞാൽ പറയുന്നു? അന്നത് അങ്ങനെ ക്ലാരിറ്റി അദ്ദേഹം പറയണം. 251 ടാക്സ് 100 താഴെയാക്കി കുറയ്ക്കുക എന്നല്ല അദ്ദേഹം പറഞ്ഞു പോയത് എന്താണ്? അവിടെ വലിയൊരു അഴിമതി നടക്കാൻ പോകുന്നു ഈ പറയുന്ന നികുതി കുറച്ച് കൊടുക്കുന്നതിൽ. അതിൻ്റെ അകത്ത് 251 പ്രാഥമികമായ ഒരു കാര്യമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ബക്കാഡി ബ്രേസർ കേരളത്തിലില്ലാത്തത്? 251% നികുതിയെങ്കിൽ അവർക്ക് നഷ്ടമാണ്. അത് കുറയുമ്പോൾ ആർക്കാണ് ലാഭം? അവർക്കാണ് ലാഭം. അത്രേ ഉള്ളൂ. അത് വേറെ ആരുടെ അഴിമതി ആരുടെ അഴിമതി ആരോപണമല്ല. ആ അഴിമതി ആരോപണം വി ഡി സതീശന്റെ തന്നെയാണ്. അദ്ദേഹം അത് ക്ലാരിറ്റിയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം ഇത് ഞാൻ പറയുന്നത് എന്താ അറിയോ? അടുത്ത കാലത്ത് ഞാൻ കഴിഞ്ഞ 5 വർഷത്തിടയ്ക്ക് നോക്കുമായിരുന്നു. 5 വർഷത്തിനിടയ്ക്ക് ഒരു 200 കോടി രൂപയ്ക്കോ 100 കോടി രൂപയ്ക്കോ മേലെയുള്ള രണ്ടാമത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് 200 കോടി രൂപയ്ക്കോ 100 കോടി രൂപയ്ക്കോ ഒരു അഴിമതി ആരോപണം പോലും ഇടതുപക്ഷ സർക്കാരിനെതിരെ യു ഡി എഫിന് പറയാൻ പറ്റിയിട്ടില്ല കേട്ടോ. യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു സർക്കാരിൻ്റെ കേരളത്തിലെ ജനങ്ങൾ അധികാരത്തെത്തി 30 ദിവസം 1 മാസം കൊണ്ട് എന്താണ് അളിയൻ വിവാദം, PM ശ്രീ വിവാദം, അത് കഴിഞ്ഞിട്ട് GP വിവാദം, അത് കഴിഞ്ഞിട്ട് ഏതാണ് മദ്യനയ വിവാദം, അല്ലെങ്കിൽ എന്താ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞൊരു വിവാദം. എന്തൊരു ഏത് രീതിയിലാണ് കേരള ജനങ്ങൾ കാണിക്കുക? ഇതൊന്നും UDFിൻ്റെ നയ അല്ലതാനും. ഇന്ന് VM സുധീരൻ പറഞ്ഞ എന്താ? ഇത് പ്രകടന പത്രികയ്ക്കെതിരാണ്. ആരുടെ പ്രകടന പത്രിക? UDFിൻ്റെ പ്രകടന പത്രികയ്ക്കെതിരാണ് ഈ നയം, ഈ നിലപാട് എന്ന് പറയുകയാണ്. അത് ഒരു കാര്യത്തിലല്ല, 2 കാര്യത്തിനകത്ത്, ധാതു ധവണങ്ങളുടെ കാര്യത്തിനകത്തും തീരം കുഴിച്ചെടുക്കുന്നതിൻ്റെ കാര്യത്തിനകത്തും ഇതുപോലെ തന്നെ ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിനകത്തും. അത് മാത്രമല്ല പറയുന്നത്, ഇത് പുനഃപരിശോധിക്കണമെന്നല്ല, പിൻവലിച്ചേ തീരൂ എന്നാണ് പറഞ്ഞത്. ഈ 2 നിലപാടുകളും പിൻവലിച്ചേ തീരൂ. ഇത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് മറുപടി കൊടുക്കണ്ട കേട്ടോ. ഇത് പ്രതിപക്ഷം ഈ പറഞ്ഞ VS സുധീരന് മാത്രം മറുപടി കൊടുത്താൽ മതി. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശന് മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയതും പുറകെ നിന്നതും ബൈറ്റ് കൊടുത്തതും ഒക്കെ ആരാ? ഈ പറയുന്ന VS സുധീരനാണ്. ആ VS സുധീരനൊന്ന് വി ഡി സതീശൻ മറുപടി കൊടുത്താൽ മതി. എന്തിനാണ് ഈ പറയുന്ന നിലപാട് സ്വീകരിച്ചത്? എന്തിനാണ് 251 എന്നുള്ള സാധനം 251 രൂപ 120 ആക്കാൻ പോയത് എന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഇതാണോ? പിന്നെ വേറൊരു കാര്യം, പിന്നെ പുതിയൊരു നരേറ്റീവ് വരികയാണ്. ഇത് മദ്യനയ അല്ല പോലും. ഒരു നയം പ്രഖ്യാപിച്ച് ആ നയം UDFിൽ ചർച്ച ചെയ്ത് ആ നയം നടപ്പിലാക്കുമ്പോൾ പ്രഖ്യാപിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് ബഡ്ജറ്റ്. അങ്ങനെയല്ലേ? ആദ്യം ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് നയം അങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമോ? ബഡ്ജറ്റ് പ്രഖ്യാപിച്ചാൽ നയാവോ? പിന്നെ നയം പ്രഖ്യാപിക്കുന്നൊന്നുമില്ല. അങ്ങനെയുണ്ട്. പിന്നെ അങ്ങനെ പ്രഖ്യാപിക്കുക, പിന്നെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടാണ് നയം പ്രഖ്യാപിക്കുന്നത്. നടപ്പിലാക്കി കഴിഞ്ഞിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ഒരു നയം തീരുമാനിച്ചതിന് ശേഷം നടപ്പിലാക്കുന്ന സ്ഥലമല്ല ബഡ്ജറ്റ്. അല്ലാതെ ആദ്യം പ്രഖ്യാപിച്ച ശേഷം നിന്റെ നയമുണ്ടോ? എന്ത് ന്യായം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷത്തിന് ശരി 900 ബാർ 800 ബാർ എന്നൊക്കെ നയം ഉണ്ടായിരുന്നു. ആ നയമാണ് ആദ്യം നയമാണ് ഉണ്ടാക്കിയത്. അത് UDFിൽ ചർച്ച ചെയ്ത് LDFിൽ ചർച്ച ചെയ്ത് ഘടകകക്ഷിയുടെ ആലോചിച്ച് ഒരു നയം തീരുമാനിച്ചു. ആ നയം അവരെ മന്ത്രിസഭയിൽ നടപ്പിലാക്കി. അങ്ങനെയല്ല നടപ്പിലാക്കിയത്. ഇത് നേരെ തിരിച്ചാണ്. ഒരാൾ ഒറ്റയ്ക്ക് ഞാൻ ടീം UDF ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ഒള്ളി വീഡിയായി മാറി. ഒള്ളി വീഡിയായി ടീം UDF എന്ന് പറഞ്ഞാൽ ഒള്ളി വീടി. ഞാൻ മാത്രം തീരുമാനിക്കും, ഞാൻ തന്നെ നടപ്പിലാക്കി, ഞാൻ തന്നെ പോകും. ആരോടും ചോദിക്കേണ്ട, മന്ത്രിമാരോടും ചോദിക്കേണ്ട, ഘടകകക്ഷിയോടും ചോദിക്കേണ്ട, ആരോടും ചോദിക്കേണ്ട എന്നുള്ള PM ശ്രീയിൽ വി ഡി സതീശൻ്റെ നിലപാടെന്തായിരുന്നു? ബാക്കിയെല്ലാം വിട്, വി ഡി സതീശൻ്റെ മാത്രം നിലപാട് പറ. ഈ പറയുന്ന വി ശിവൻകുട്ടി പറഞ്ഞതായിരുന്നോ നിലപാട്? വി ശിവൻകുട്ടി പറഞ്ഞ നിലപാട് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ LDFിൽ പ്രശ്നമായി. LDFിൽ പ്രശ്നമായതിനു ശേഷം LDFിൽ അത് ചർച്ച ചെയ്തില്ല എന്നും മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് അവിടെ CPI പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം LDF യോഗം ചേർന്ന് LDF തീരുമാനിച്ച് അത് മന്ത്രിസഭ യോഗം ചേർന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കേണ്ട എന്ന് തീരുമാനിച്ചതാണ് അല്ലേ? ആ നിലപാട് അന്ന് UDFിൻ്റെ നിലപാട്, വി ഡി സതീശൻ്റെ നിലപാട് എന്തായിരുന്നു? ഇന്ന് പറയാണ് വി ശിവൻകുട്ടി പറഞ്ഞു കേട്ടില്ലേ? വി ശിവൻകുട്ടി പറഞ്ഞ കാര്യം നടപ്പിലാക്കേണ്ടതാണ് LDFിൻ്റെ തീരുമാനം.
അതുകൊണ്ടാണ് ആ പദ്ധതി മരവിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് അതേ വി ശിവൻകുട്ടിയുടെ നിലപാടെടുത്ത് വന്നിരിക്കുകയാണ്. ഇത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് യു ഡി എഫ് അധികാരത്തിൽ കയറിയത്. ശിവൻകുട്ടി ആ നിലപാടൊക്കെ പറഞ്ഞത് ഒപ്പുവെച്ചതിന് ശേഷമാണ് അത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ശിവൻകുട്ടി അറിഞ്ഞിട്ടില്ല, അത് പ്രഖ്യാപിച്ചില്ല, അത് നടപ്പിലാക്കണ്ട എന്ന് പറഞ്ഞത് തീരുമാനിച്ചല്ലോ. അത് നടപ്പിലാക്കരുതെന്നും അത് അറബിക്കടലിൽ തള്ളണമെന്നും ഇതെന്താ ഞങ്ങൾ പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ RSSന്റെ കടന്നുകയറ്റാണെന്നും പിണറായി വിജയനും RSSും BJP ചേർന്നുള്ള കൂട്ടുകച്ചവടം നടത്തുന്നതൊക്കെ പറഞ്ഞിട്ട് അതേ സംവിധാനം നടത്തുമ്പോൾ ഇപ്പം ആരുമായിട്ട് കൂട്ടുകച്ചവടം എന്നിട്ട് അന്നേരം പറയുന്നത് അന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞ എന്താണ്? പണമില്ല, പണം കേന്ദ്രത്തിൽ തരണം, ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞ കാര്യം ഇന്ന് വന്ന് ഇവർ പറയുകയാണ്. അന്നും വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ട്. അന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ട് ഇതും പറഞ്ഞിട്ടുണ്ട്, നടപ്പിലാക്കാൻ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഈ നിലപാടില്ലാന്ന് നിലപാടിന്റെ രാജകുമാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലപാടിന്റെ രാജകുമാരനാണെന്ന് നിലപാടില്ലാതാനും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എന്നിട്ട് പറയാണ് ഞങ്ങളിത് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ കേരളത്തിൽ മദ്യനയം എന്ന് പറയുകയാണ്. കേരളത്തിൽ മദ്യനയം UDFന്റെ മദ്യനയമാണ് മദ്യനയം. ഞങ്ങൾ ഇതിനെ ഇപ്പോൾ കാണിച്ചു തരാം, അതാക്കാം ഇതാക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി. ഒരു സമയത്ത് എന്തായിരുന്നു, ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ, KPSC എഴുതിയൊക്കെ ഉണ്ടായിരുന്ന പരസ്യം, അതൊക്കെ എടുത്ത് ആഘോഷിക്കുകയായിരുന്നു അല്ലേ? എന്നിട്ട് ഞങ്ങൾ വരുമ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് വന്നെന്താ കാണിച്ചത്? കുടിക്കാത്ത ആരെങ്കിലും മദ്യം കുടിക്കാത്തുണ്ടെങ്കിൽ അവർക്കും കൂടെ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതാണോ മദ്യനയം? അപ്പം ഒരു ലോജിക്കും ഇല്ല. ആരോടെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ? ആരോടെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? GP നിയമനം ചെറുതായിട്ടാണ് കാണുന്നത്. ഗവൺമെൻറ് പ്രിയന്മാരുടെ നിയമനം ചെറുതായിട്ടാണ് കാണുന്നത്. ഏത് നേതാക്കന്മാരോട് ആലോചിച്ചിട്ടാണ്? ലോയേഴ്സ് കോൺഗ്രസിനോട് പോലും ആലോചിച്ചിട്ടുണ്ടാകുന്നത്. എന്താ ഒരു GP എങ്ങനെ നിയമിക്കുക? GP നിയമിക്കുക 3 പേരുടെ ലിസ്റ്റ് ആർക്ക് കൊടുക്കണം? മന്ത്രിക്ക് കൊടുക്കണം. 3 പേരുടെ ലിസ്റ്റ്. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ആ തിരഞ്ഞെടുത്ത ആൾ എവിടെ പോകണം? ഇപ്പം ഒരു വനമന്ത്രി അല്ലെങ്കിൽ ഒരു റവന്യൂ മന്ത്രി അല്ലെങ്കിൽ ഏതൊരു മന്ത്രി അവരുടെ GPനെ ഹൈക്കോടതി 3 പേരുടെ ലിസ്റ്റ് ആ മന്ത്രിക്ക് കൊടുക്കും. ആ മന്ത്രി എന്ത് ചെയ്യും? അതിൽ ഒരാളെ തീരുമാനിച്ചിട്ട് അത് ആർക്ക് കൊടുക്കും? നിയമവകുപ്പിന് കൊടുക്കും. നിയമവകുപ്പ് അത് സെക്രട്ടറിക്ക് കൊടുത്ത് അത് ബോർഡ് പാസ്സാക്കി മന്ത്രിസഭയിൽ വെച്ച് മന്ത്രിസഭ പാസ്സാക്കി തിരിച്ചു വരികയാണ്. ഒരു പ്രൊസീജിയർ നടന്നിട്ടില്ല. പല മന്ത്രിമാരും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പല മന്ത്രിമാർ എന്നിട്ട് 89 പേരെ അപ്പോയിൻറ്റ് ചെയ്തു, ബാക്കി ആൾക്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അതോടുകൂടി അവസാനിച്ചു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇങ്ങനെയാണോ കേരളത്തിൽ സംവിധാനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്? ഇങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത്? അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഓപ്പറേഷൻ എന്താണ്? എന്ത് സമുദ്രയാണ്? പിന്നെ മിഷൻ സമുദ്ര. ഞാൻ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാവോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹം ഈ PM ശ്രീയും ഇതൊക്കെ പറയുമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. ഈ മിഷൻ സമുദ്ര ആരുടെ പ്രൊജക്റ്റാണ് എന്നോട് ചോദിച്ചത്. മിഷൻ സമുദ്ര ആരുടെ പ്രൊജക്റ്റാ? UDFന്റെ പ്രൊജക്റ്റാ? UDFന്റെ ഘടകകക്ഷികൾ ആലോചിച്ചോ? ഏതെങ്കിലും UDFന്റെ ഘടകകക്ഷികളുമായിട്ട് മിഷൻ സമുദ്രം ആലോചിച്ചിട്ടുണ്ടോ? ഒരു ഘടകകക്ഷിയായിട്ട് ആലോചിച്ചിട്ടില്ല. ഒരു ഘടകകക്ഷികളുടെ മുന്നിൽ വെച്ചിട്ടില്ല, പ്രൊജക്റ്റ് വെച്ചിട്ടില്ല, എന്താണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും സംസാരിക്കാതെ ഇത് നേരെ തിരിച്ച് മിഷൻ സമുദ്രം LDF സർക്കാരാണ് പ്രഖ്യാപിക്കുന്നതിനുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്നേരം ഘടകകക്ഷിയായ CPI ഒന്നേനെ വരില്ലായിരുന്നോ? ഒന്നില്ലേ? ഇവിടെ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ആരും മിണ്ടാത്തത് അവർക്കാർക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. എല്ലാവരും മനസ്സിലിങ്ങനെ വിങ്ങുന്നുണ്ട് ഇരുന്നിട്ട്. പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ വിചാരിക്കുന്നില്ല എംലി ജൂവിനോട് ചോദിക്കുമ്പോൾ എന്നെ അറിയിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അറിയിക്കേണ്ട എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയാണ് പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നേ ഇല്ല. എന്നെ അറിയിക്കാൻ നടപ്പിലാക്കിയോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ്. അത് ഏത് രീതി വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചു, എന്നെ അറിയിക്കാതെ എൻ്റെ വകുപ്പിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്നെ അറിയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്നെ അറിയിച്ചിട്ടില്ല, അതിനൊരു ഉത്തരവാദിത്തമില്ല എന്നുള്ളത് ഞാൻ വന്ന് പറയേണ്ട എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി അദ്ദേഹം പറയും എന്നെ അറിയിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. അതേ നടപ്പിലാക്കിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിൽ അത് കാണേണ്ട കാര്യമുള്ളൂ. അപ്പം ഇതിനൊക്കെ നമ്മളെങ്ങനെയാണ് കേരളത്തിൽ എങ്ങനെയാണ് നമ്മൾ സംവിധാനത്തെ കൊണ്ടുപോകുന്നത്? നമ്മൾ സഹിക്കുന്നത് ഒരു പാർട്ടിയുണ്ട് കേട്ടോ ഇവിടെ കേരളത്തിൽ. കോൺഗ്രസ് ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിക്ക് അധ്യക്ഷനില്ല. ആ പാർട്ടിക്ക് അധ്യക്ഷനുണ്ട്, അദ്ദേഹം മന്ത്രിയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ചോദിക്കുമ്പോൾ ഞാൻ എനി ടൈം ക്വിറ്റ് എന്നാണ് പറഞ്ഞത്. എന്താ ക്വിറ്റ് എനി ടൈം, ഞാൻ അതിന് റെഡിയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിൽക്കുകയാണ്. കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നാഥന്മാരില്ലാതെ ഏകദേശം 160 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. നാഥനില്ലാതായിട്ട് എത്രയാണെന്നറിയോ? ഏകദേശം 75 ദിവസമാകാൻ പോവുക. ഒരു തീരുമാനം എടുത്തിട്ടില്ല. കേരളത്തിൽ 139 GPമാർ വേണം. 89 പേരെ വെച്ചിട്ട് പല വകുപ്പുകളിൽ കേസ് വാദിക്കുമ്പോൾ GPമാർ ഹാജരാകുന്നില്ല. എന്താ കാരണം? GPമാരെ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഒരു വിവാദം വന്നാൽ GPയുടെ സംവിധാനം മുഴുവൻ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ വിഷയം. ഇന്ന് ഇടതുപക്ഷം കാരണം 30 ദിവസമായ ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 30 ദിവസത്തിൽ ഒരു 5-6 വിഷയം വന്നിട്ട് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രശ്നമായി മാറി. PM ശ്രീ ചെയ്യണോ, മദ്യനയം എടുത്തു വെക്കണോ, ആരോഗ്യ വിഷയം എടുത്തു വെക്കണോ, GPമാരുടെ വിഷയം എടുത്തണോ, ഇതിലേതാണ് ആദ്യത്തെ നിയമസഭാ സമ്മേളനം ഉന്നയിക്കേണ്ട രീതിയിലേക്ക് വെറും 30 ദിവസം കൊണ്ടാണ് പറയുന്നത്.
30 ദിവസം കൊണ്ട്. നമ്മൾ ഇതിനു മുൻപ് ഒരു നിയമസഭ കണ്ടിരുന്നു. അന്ന് ഉന്നയിക്കാൻ വിഷയമില്ലാതെ നിൽക്കുകയാണ്. അടിയന്തര പ്രമേയം 5 8 ആകെ നടന്നത്. ഇപ്പം 30 ദിവസം കൊണ്ട് ഒരാഴ്ച ഒരു വിഷയം എന്നുള്ള നിലയ്ക്കാണ്. നിങ്ങൾ ആദ്യത്തെ ആഴ്ചയ്ക്കോ, ആദ്യത്തെ ആഴ്ച എന്താ? ആദ്യത്തെ ആഴ്ച സണ്ണി ജോസഫ്, രണ്ടാമത്തെ ആഴ്ച GP വിവാദം, മൂന്നാമത്തെ ആഴ്ച വന്നപ്പോൾ പിന്നെ PM ശ്രീ വന്നു, നാലാമത്തെ ആഴ്ച വന്നപ്പോൾ ഇതാണ് മദ്യനയം വന്നു. 4 ആഴ്ചയായിട്ടുള്ളൂ. ഓരോ ആഴ്ച ഇത് വേറെ ഒരു ഘടകകക്ഷി നേതാവിൻ്റെ അടുത്തേക്ക് എത്തില്ല. മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ടെത്തുന്നു. ഈ വിവാദങ്ങളെല്ലാം മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ടെത്തുമല്ലേ? അതിൽ സണ്ണി ജോസഫിനെ മാറ്റി നിർത്തിക്കോ, ബാക്കി മുഴുവൻ മുഖ്യമന്ത്രി മാത്രം പറഞ്ഞല്ലേ? അപ്പോൾ ഇത് ചെറിയ കാര്യമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത്? ഇന്ന് പിന്നെ KPCC പ്രസിഡന്റിനോട് ചോദിക്കുകയാണ്, ഈ മദ്യനയത്തിന് അത് ഞാൻ കുഴിച്ചു നോക്കാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ കുഴിച്ചു നോക്കാൻ പോയിട്ടില്ല എന്ന് അങ്ങനെയാണോ പറയേണ്ടത്? അങ്ങനെയായിരുന്നു UDF-ന്റെ മദ്യനയം? UDF-ന് കേരളത്തിലൊരു മദ്യനയം ഉണ്ടെന്ന് അത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിന് പുതിയതായി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിലെ എല്ലാ കൊച്ചു കുട്ടികൾക്കും വരെ കേരളത്തിലെ UDF-ന്റെ മദ്യനയം അറിയാം. അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇത് നടപ്പിലാക്കി. എന്നിട്ട് ആദ്യത്തെ ബഡ്ജറ്റ് കഴിഞ്ഞിട്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി അടുത്ത കുറേ കാലങ്ങൾ കൂടിയിട്ട് മുഖ്യമന്ത്രി ധനമന്ത്രിയായ സമയമാണല്ലോ ഇപ്പോൾ, അല്ലേ? എനിക്ക് തോന്നുന്നു പണ്ടം കണ്ട് ആയതാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2001 കണ്ടായതല്ലേ? അല്ല, ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. അല്ല, അപ്പം മുഖ്യമന്ത്രി ധനമന്ത്രിയായിരുന്ന ആദ്യത്തെ ബഡ്ജറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് കേരളത്തിൽ കുറേ ഉത്തരവാദിത്തപരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ. ഞാനതാണ് പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രത്യാശയോടും ആകാംക്ഷയോടുകൂടിയും ഒരു പുതുതലമുറയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ മുഴുവൻ നടപ്പിലാക്കുമെന്ന് വിചാരിച്ചിട്ട് അധികാരത്തിൽ കൊണ്ടുവന്നതാണ്. ആ അധികാരത്തിൽ കൊണ്ടുവന്നിട്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പം ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചാലും, കാരണം കഴിഞ്ഞ 5 വർഷമായി VD സതീശൻ ഒരു അക്ഷരം പോലും മിണ്ടാത്തൊരു വിഷയമാണ്. ഏതാണെന്നറിയോ? ഈ ബാർ വിഷയം. ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ട് ആ വിഷയം ആദ്യം എടുത്ത് നടപ്പിലാക്കുക. അതാണല്ലോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട. മാധു നേരത്തെ ചോദിച്ചതാണ്, ക്ലാരിറ്റിയോടുള്ള ചോദ്യമാണ് എനിക്ക് തോന്നിയ കാര്യം. എന്താണ് ഇത്? അടുത്ത മന്ത്രിസഭയിൽ വെച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ബഡ്ജറ്റിന് ശേഷം പ്രഖ്യാപിച്ചാൽ പോരായിരുന്നോ? ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുള്ളൂ, അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. കാരണം എന്തുകൊണ്ടറിയോ? ഒരു ബഡ്ജറ്റിൽ ഒരു കാര്യം പ്രഖ്യാപിച്ച് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പനിക്ക് ബെക്കാടി കമ്പനിക്ക് മദ്യം വിൽക്കാനും പറ്റില്ല എന്നൊന്നും കേരളത്തിൽ പറയാൻ പറ്റില്ല. നേരെ ഹൈക്കോടതിയിൽ പോകും. കേരളത്തിലെ എല്ലാവർക്കും മദ്യം വിൽക്കാൻ അനുമതി കൊടുത്തു, ഞങ്ങൾക്ക് മാത്രം മദ്യം വിൽക്കാൻ അനുമതിയില്ല, ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ അനുമതിയുള്ള കമ്പനിയാണ്, ഞങ്ങൾക്ക് മദ്യം വിൽക്കാൻ അനുമതി തരണം എന്ന് പറഞ്ഞാൽ 2 ദിവസം കേസുള്ളൂ. ഇന്ന് പരിഗണിക്കും, നാളെ രാവിലെ ഓർഡർ കൊടുക്കും, മറ്റന്നാൾ രാവിലെ കേരളത്തിൽ മദ്യം ഒഴുകും. ഇതറിയില്ലാത്ത ആൾക്കാരാണോ കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രിയായ VD സതീശൻ? ശരി. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് നാളെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചോളം ഏത് വിഷയം എടുക്കണം എന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. വിഷയത്തിന് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ഏതെടുത്താലും ഗംഭീരമാകും. ശരി. Meet the editors.